മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. അവളൊരു സ്വർണ്ണ നെക്ലേസ് ഒക്കെ ഇട്ട് എനിക്ക് കേക്ക് മുറിക്കുന്ന ഒരു ഫോട്ടോ അയച്ചു തന്നായിരുന്നു. ആ നെക്ലസ് എങ്ങനെ ഉണ്ടായിരുന്നു അമ്മേ? നന്നായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അവളെ വിളിച്ച് പറയുകയും ചെയ്തായിരുന്നു. ഉണ്ണി അങ്ങനെ ഒരു നെക്ലേസ് വാങ്ങിച്ചു കൊടുത്തതുകൊണ്ട് ഇപ്പൊ അവളുടെ പരാതിയൊക്കെ തീർന്നു കാണുമല്ലോ. പരാതി തീർന്നു മാത്രമല്ല, അത് ഉയർത്തി കാണിച്ചിട്ട് എന്നെ ഇയാളെയും അവർക്ക് ഒരുപാട് കൊച്ചാക്കാനും ശ്രമിച്ചു. അതൊന്നും കാര്യാക്കണ്ട മോനെ. ഇതിനോടകം തന്നെ മോളുടെ അച്ഛന്റെയും മുത്തശ്ശിയുടെയൊക്കെ സ്വഭാവം മോന് മനസ്സിലായി കാണുമല്ലോ. നമ്മുടെ കുറ്റങ്ങളും കുറവുകളും മാത്രമേ അവരെ കണ്ടുപിടിക്കൂ. നമ്മുടെ മനസ്സിലെ നന്മ അവരൊരിക്കലും തിരിച്ചറിയില്ല. ആ, നീ വാ മോളെ, കണ്ണിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അയ്യോ, ഒന്നും വേണ്ടമേ, അവിടുന്ന് കഴിച്ചിട്ടാ ഞങ്ങൾ വരുന്നേ. അങ്ങനെയൊന്നും പറഞ്ഞാ പറ്റില്ല. വല്ലപ്പോഴും കൂടിയല്ലേ ഇങ്ങോട്ട് വരുന്നേ. അപ്പൊ ഞാൻ എന്തെങ്കിലും തന്നിട്ടേ വിടുള്ളൂ. വാ മോളെ. മോളെ, പണ്ടത്തെ കാലമൊന്നും അല്ലല്ലോ. ഇന്ന് ഏത് അസുഖത്തിനും മരുന്നുണ്ട്. ചികിത്സിച്ച് ഭേദാക്കാനും പറ്റും. അമ്മ എന്താ പറഞ്ഞു വരുന്നേ? അല്ല, കണ്ണന്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമൊക്കെ ഉണ്ടല്ലോ മോളെ. അപ്പൊ പിന്നെ നല്ല ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ട ഈ തളർച്ചയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റില്ലേ? ജന്മനാ കണ്ണന്റെ അരയ്ക്ക് താഴോട്ട് തളർന്നതല്ലോ, അതൊരു അപകടത്തിൽ സംഭവിച്ചതല്ലേ. പിന്നെ ഒന്ന് ശ്രമിച്ചൂടെ മോളെ? അമ്മ, അതിന് കണ്ണേട്ടന് നട്ടല്ല തകരാറ് സംഭവിച്ചത്. അതിനി പഴയ പോലെ ആക്കാൻ പറ്റില്ല അമ്മേ. പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒന്നിനും പറ്റില്ല. ശ്രമിച്ചാലല്ലേ നടക്കൂ. ഞാനാണെങ്കിലേ കഴിഞ്ഞ ദിവസം ഒരു സ്വപ്നം കണ്ടു. മോളെ കണ്ണന്റെ കയ്യും പിടിച്ച് നടക്കുന്നത്. അമ്മയുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം സ്വപ്നത്തിൽ തെളിഞ്ഞു വന്നത്. ആയിക്കോട്ടെ, കണ്ണനൊന്നും മനസ്സ് വെച്ച എന്റെ സ്വപ്നം ചിലപ്പോ ശരിയായി വരും മോളെ. മോള് തന്നെ എന്നോട് പറഞ്ഞല്ലോ, കണ്ണന്റെ അമ്മ രണ്ടാനമ്മ ആയതുകൊണ്ട് അവർക്കാർക്കും കണ്ണനോട് വലിയ സ്നേഹമൊന്നുമില്ലെന്ന്. അത് എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടതാ. അതുകൊണ്ട് അവരാരും കണ്ണനെ പഴയ പോലെ നേരെയാക്കി എടുക്കാൻ വലിയ താല്പര്യമൊന്നും കാണിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ ഇപ്പോ മോൾക്ക് ജീവനല്ലേ മോളുടെ കണ്ണേട്ടനെ. അങ്ങനെയുള്ളപ്പോ മോൾ എന്നെ പോലെ തന്നെ ചിന്തിക്കണ്ടേ? പിടിക്കേ മോള് വാ. മധുരം ഞാനങ്ങനെ അധികം കഴിക്കാറും കുടിക്കാറുമില്ല. എങ്കിലും എന്റെ അമ്മ ഉണ്ടാക്കിയതല്ലേ, അത് കുടിക്കാം. ഓ, മോനെ, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. എന്താമേ, അമ്മയ്ക്കും മഹിക്കും എന്നോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഞാൻ ഇയാളോട് പറഞ്ഞിട്ടുമുണ്ട്. അറിയാം മോനെ, അതുകൊണ്ടാ പറയുന്നത്. അമ്മേ, ഏയ്, അമ്മയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറയട്ടെ. ആ, എന്തിനാ താൻ തടയുന്നേ? അമ്മ പറയാൻ പോകുന്നത് അതുപോലെ കേൾക്കാൻ പാടില്ലാത്ത കാര്യമാണോ? അമ്മമാരാകുമ്പോ മക്കളുടെയും മരുമക്കളുടെയും കാര്യത്തില് ഒരുപാട് ആകാംക്ഷ കാണുമല്ലോ മോനെ. അതുകൊണ്ട് പറയാണെന്ന് കരുതിയ മതി. ഞാൻ മോളോട് പറയായിരുന്നു,
ഈ ലോകത്ത് ഇന്നത്തെ കാലത്ത് മാറാത്ത ഒരു അസുഖവും ഇല്ലാന്ന്. വേറൊന്നുമല്ല മോനെ, നല്ല നല്ല ചികിത്സ കിട്ടിയാല് മോന്റെ ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവില്ലേ? മോനെ എഴുന്നേറ്റ് നിൽക്കാനെങ്കിലും കഴിയില്ലേ? അമ്മേ, അമ്മ പറയട്ടോ. അമ്മ പറഞ്ഞോളൂ. മോനെ വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, എന്റെ സ്വന്തം മോനെ പോലെ കാണുന്നത് കൊണ്ട് പറഞ്ഞതാ. എനിക്ക് മനസ്സിലാവും. ഒരുപാട് ഡോക്ടർമാരെ കണ്ടതാമേ, രക്ഷയൊന്നും ഉണ്ടായില്ല. ഇപ്പോ എനിക്ക് 10-32 വയസ്സുണ്ട്. പ്രായത്തിന്റെ പക്വതയുണ്ട്. എന്നാ ഇതൊന്നുമില്ലാത്തൊരു പ്രായമുണ്ടല്ലോ അമ്മേ. ഒരു 10-15 വയസ്സിന് ശേഷമുള്ളൊരു കാലം. ആ സമയത്ത് എന്റെ കൂട്ടുകാരെല്ലാം ക്രിക്കറ്റ് കളിക്കലും ഫുട്ബോൾ കളിക്കലും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്കെങ്ങനെങ്കിലും എഴുന്നേറ്റ് നടക്കണമെന്നുള്ള വാശിയായിരുന്നു. അങ്ങനെ ഒരുപാട് ചികിത്സ നടത്തി. അവസാനം ഡോക്ടർമാർ തറപ്പിച്ചു പറഞ്ഞു, ഇനി രക്ഷയില്ലാന്ന്. ആ നേരത്ത് നിരാശയും പ്രഷറും ഒക്കെ കൂടിയിട്ട് ഞാൻ അവസാനമായിട്ട് എന്നെ ചികിത്സിച്ച ഡോക്ടറോട് ചോദിച്ചു, ഇങ്ങനെ ജീവിക്കുന്നതിലും നല്ലത് മരിക്കുന്നതല്ലേ എന്ന്. അതുകൊണ്ട് എന്നെ ഒന്ന് കൊന്നു തരുമെന്ന് ഞാൻ ഇടയ്ക്ക് ചോദിച്ചിരുന്നു. പിന്നെ മനസ്സിന് ധൈര്യം തരാൻ മനഃശാസ്ത്രം പഠിച്ച ചില ഡോക്ടർമാര് ഒരുപാട് ശ്രമിച്ചതിന് ശേഷം ഞാൻ നോർമൽ ലൈഫിലേക്ക് മടങ്ങി വന്നത്. അതിനുശേഷം ഞാൻ ബിസിനസ്സൊക്കെ ഏറ്റെടുത്തപ്പോൾ പലതും മറക്കാൻ കഴിഞ്ഞു. എന്നാ അപ്പോഴൊന്നും ഒരു കല്യാണത്തെ പറ്റിയോ ഒരു ഭാര്യയെ പറ്റിയോ ഞാൻ ചിന്തിച്ചിരുന്നില്ല. എന്നാ പ്രതീക്ഷിക്കാതെയാ ഇയാൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അതും ഇയാളെ ദ്രോഹിക്കാനും കരയിക്കാനും ഇഷ്ടപ്പെടുന്ന ഇയാളുടെ രണ്ടാനച്ഛൻ്റെയും മുത്തശ്ശിയുടെയൊക്കെ ഒരു ചതിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് നേട്ടമാണ് ഉണ്ടായത്. അമ്മയുടെ മോക്കൊരു വലിയ നഷ്ടവും. എനിക്കിഷ്ടമല്ലെന്ന് ഞാൻ എപ്പോഴെങ്കിലും കണ്ണേട്ടനോട് പറഞ്ഞിട്ടുണ്ടോ? താൻ എനിക്ക് ആത്മവിശ്വാസം തരുമ്പോഴും അമ്മ ചില നേരത്തെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും ഞാനെന്തൊരു ദുഷ്ടനാണെന്ന്. അയ്യോ, ഒരിക്കലും അല്ല മോനെ. ഞാൻ വെറുതെ മനസ്സിലുള്ള ഒരു ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ. ആ ആഗ്രഹം ഒഴിച്ച് മറ്റെന്തും എനിക്ക് നടത്തി തരാൻ പറ്റും. പക്ഷേ ഞാൻ വിചാരിച്ചാലും ആര് വിചാരിച്ചാലും എനിക്ക് എഴുന്നേറ്റ് നിൽക്കാനോ നടക്കാനോ പറ്റില്ല. അയ്യോ, ഞാൻ പറഞ്ഞതൊക്കെ ഇങ്ങനെ തിരിച്ചെടുത്തു മോനെ. മോനെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. എനിക്ക് മനസ്സിലായല്ലോ. ഇപ്പോ എനിക്കും ആഗ്രഹമുണ്ട് ഇയാൾക്കൊപ്പം ഇയാളുടെ കൈ പിടിച്ച് നടക്കണമെന്ന്. അതോടെ കഴിഞ്ഞ പിന്നെ സ്വർഗത്തിലെന്ന പോലെയാവും ഞങ്ങളുടെ ജീവിതം. അതിന് ദൈവങ്ങൾക്കൂടെ താല്പര്യം വേണ്ടേ? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അമ്മ വന്നേ. ഹേയ്, അമ്മ വെറുതെ വഴക്കുറയല്ലേ? ഈ അമ്മ ഒരു പാവായതുകൊണ്ടാ ഇതുവരെ ഇങ്ങനെയൊന്നും പറയാതിരുന്നേ. മറ്റേതെങ്കിലും അമ്മമാരായിരുന്നെങ്കിൽ കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ ഇതൊക്കെ പറയും.
എനിക്ക് സ്യൂട്ടായ ഷർട്ട് തന്നെ എന്നെ മനസ്സിൽ കണ്ട് തന്നെയാ അവള് വാങ്ങിയിരിക്കുന്നത്. അത് ഉറപ്പാ. അപ്പോ നിന്റെ പ്രിയപ്പെട്ടവളത് കാണണ്ടേടാ. പിന്നെ കാണണ്ടേ? പിന്നെ അയച്ചു കൊടുക്കട പുല്ലേ. എപ്പ അയച്ചു കൊടുത്തെന്ന് ചോദിച്ചാ പോരെ? ഇത് കൊള്ളാം. ഇത് തന്നെ അവളുടെ മനസ്സിലോട്ട് പടർന്ന് കേറട്ടെ. കരുണയുടെ മുന്നിൽ ഉണ്ണിക്കൊരു വില കിട്ടാൻ വേണ്ടിയിട്ടാ തന്റെ നിർബന്ധപ്രകാരം അവന്റെ ഞാനൊരു നെക്ലസ് കൊടുത്തത്. എന്നിട്ടിപ്പോ എന്തായി? ബർത്ത്ഡേ ഫംഗ്ഷനിൽ പങ്കെടുത്തിട്ട് അവളുടെയും അവളുടെ അച്ഛന്റെയും മുത്തശ്ശിയുടെ ഒക്കെ പെരുമാറ്റം കണ്ടില്ലായിരുന്നോ? ആ നെക്ലസ് ഉയർത്തി കാട്ടിയിട്ടാ തന്നെ എന്നെയൊക്കെ അവർ കൊച്ചാക്കിയത്. പോട്ടെ കണ്ണേട്ടാ, അത് കാര്യാക്കണ്ട. എന്നാ ഇനി കാര്യമാക്കണം. അർഹത ഉള്ളവർക്ക് അതൊക്കെ കൊടുക്കാൻ പാടുള്ളൂ. എന്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നുണ്ട്, അനാഥാലയങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. അതിലെനിക്ക് സന്തോഷമാണ്. എന്നാ അഹങ്കാരികളെ സഹായിക്കുന്ന എനിക്കിഷ്ടമല്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആത്യന്തികമായി തിരിച്ചടികളെ ഉണ്ടാവൂ. അത് ഞാൻ അനുഭവത്തിൽ നിന്ന് പഠിച്ച പാഠോ. ആരെ? സാഗര. ഞാൻ സാഗറിനൊരു ഡ്രസ്സ് എടുത്തു കൊടുത്തു പറഞ്ഞില്ലേ? അതിട്ടോണ്ട് എനിക്ക് ഫോട്ടോ അയച്ചു തന്നതാ. അവന് പറ്റിയ ഡ്രസ്സാണല്ലോ താൻ എടുത്തു കൊടുത്തേ. നന്നായി ചേരുന്നുണ്ടല്ലേ? ഉണ്ട്. അങ്ങനെ തന്നെ മറുപടി കൊടുക്ക. നന്നായിട്ടുണ്ടെന്ന്. ശരി. അവളുടെ മറുപടി ഒന്നും വന്നില്ലല്ലോ. മൊബൈലേ ഒന്ന് ശബ്ദിക്കടാ. അവളായിരിക്കണേ ദൈവമേ. നന്നായിട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. ഒരുപാട് ഒരുപാട്. എടാ നന്നായിട്ടുണ്ടെന്ന്. അതിനുശേഷം ഇഷ്ടപ്പെട്ടു. ഒരുപാട് ഒരുപാട്. ആരെയായിരിക്കും ഇഷ്ടപ്പെട്ടത്? ഷർട്ടിനെയാണോ അതോ ഷർട്ടിട്ട ആളെയാണോ? എന്താ സംശയം? ഷർട്ടിട്ട ആളെ തന്നെ. ഇഷ്ടപ്പെട്ടു. ഒരുപാട് ഒരുപാട്. എനിക്കും അങ്ങനെ തന്നെ. നിന്നെ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു പെണ്ണേ. ഒരു യോഗ്യതയും ഇല്ലാത്തവന്റെ ജീവിതത്തിൽ നീ എന്തിനാ കയറിക്കൂടിയത്? എത്രയും പെട്ടെന്ന് എൻ്റെ കൂടെ നീ പോരണം. നമ്മളെ ഒന്നിക്കേണ്ടവര്. നീ എന്തിനാടാ ഇതിൻ്റെ ഇടയിൽ കയറിയിരിക്കുന്നത്? കാശുണ്ടെന്ന് കരുതി കൂട്ടിലടച്ച് കൂടെ കൊണ്ട് നടക്കുക. നാണോ ഇല്ലാത്തവൻ. ചുമ്മാതല്ലടാ നീ ഇങ്ങനെ ആയിപ്പോയത്. കണ്ണൻ്റെ അരികിൽ മഹാലക്ഷ്മി കിടക്കുമ്പോഴും അവളുടെ മനസ്സിൽ പടർന്ന് കയറിക്കൊണ്ടിരിക്കുന്നത് ഞാനായിരിക്കും. ഞാൻ മാത്രം.
നല്ലൊരു ബർത്ത്ഡേ ആയിരുന്നു. മോളെ പലതവണ അപമാനിച്ചതിന് അവളോട് പറയേണ്ടതൊക്കെ നല്ലവണ്ണം പറഞ്ഞിട്ടാ ഞാൻ വിട്ടെ. സത്യം പറഞ്ഞ കല്യാണം കഴിഞ്ഞ ശേഷം എന്നാ മുത്തശ്ശി ഞാൻ സന്തോഷത്തോടെ പോകുന്നേ. ഈ സന്തോഷം മോളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാവും. പക്ഷേ അതിന് ഉണ്ണിക്കൂട്ടനോടൊന്ന് ഉത്സാഹിക്കണം. അല്ല ഉണ്ണി, ഈ സ്വത്തൊക്കെ കണ്ണന്റെ പേരിലാണോ? അങ്ങനെ ഒരു സംസാരം മോളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായല്ലോ. ഏയ് അങ്ങനെയൊന്നുമില്ല. ഞാൻ അതേപ്പറ്റി നിന്നോട് പറഞ്ഞാണല്ലോ കരുണേ. എന്റെ അമ്മേ, ഇവര് 3 മക്കളാ. 3 മക്കൾക്കും സ്വത്തിൽ തുല്യ അവകാശമുണ്ട്. പിന്നെ അവൻ തലപ്പത്തായതുകൊണ്ട് ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കി നോക്കി അവന്റെ പേരിലാക്കി കാണും കമ്പനിക്കുണ്ടാവുന്ന നേട്ടങ്ങളൊക്കെ. അതാണ് സത്യം. അതിന് മോൻ ഇങ്ങനൊരു നിരാശ വേണ്ട. ഞങ്ങൾ പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതി. നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോ മഹാലക്ഷ്മിയും കണ്ണനും അവരെ അങ്ങാണും എടുത്താ ഒരു കാരണവശാലും ഓടിച്ചെന്ന് അതുങ്ങളെ പിടിച്ചു വാങ്ങിക്കരുത്. ആ, മോളോട് അച്ഛൻ പ്രത്യേകം പറയാ. അവര് ലാളിച്ചോട്ടെ അതുങ്ങളെ. അപ്പൊ പിന്നെ ഉണ്ണിയുടെ പെണ്ണട കെട്ടുകഴിഞ്ഞാ ആ കൊച്ചിന് കൊടുത്തിട്ട് ബാക്കിയുള്ള സ്വത്ത് മുഴുവൻ, അതായത് കണ്ണന്റെയും കൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ആ അതെ അതെ, അങ്ങനെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കും മോളെ. പ്രതാപം പറഞ്ഞ ശരിയാ. നീ പ്രസവിച്ചു കഴിയുമ്പോ മഹാലക്ഷ്മി കുഞ്ഞിനെ എങ്ങാനും എടുത്താ ചിലപ്പോ നീ കൈ കൊടുക്കത്തില്ല. എനിക്ക് എന്റെ കുഞ്ഞിനെ അവളുടെ കയ്യിൽ കൊടുക്കാൻ ഒട്ടും താല്പര്യമില്ല മുത്തശ്ശി. പക്ഷേ അത്തരം സ്വഭാവമൊക്കെ ആ സമയത്ത് മാറ്റി വെക്കണം എന്നാ പറഞ്ഞേ. എന്റെ മോളെ, എന്തായാലും കുഞ്ഞുങ്ങളെ നോക്കാൻ ഒരാളെ വേണം. ആ നേരത്തെ ചിലപ്പോ കുഞ്ഞുങ്ങളെ അവള് സ്നേഹിച്ചു തുടങ്ങിയാ പിന്നെ അവന്റെ ഫൈനാൻസിയേഴ്സിലൊന്നും അവള് പോകത്തില്ല. അതൊരു അവസരമായിട്ട് കണ്ട് കൂടുതൽ നേരം അവളുടെ കയ്യിൽ കുഞ്ഞുങ്ങളെ കൊടുക്കണം. എന്ന് വെച്ചാ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ലാളിച്ച് ലാളിച്ച് അവനും അവള് കാലം കഴിക്കട്ടെ. കണ്ണേട്ടന്റെ കാല് വയ്യാത്ത കാര്യം പറയുന്നത് ഉണ്ണിയും ഇഷ്ടമല്ലെന്നാ തോന്നുന്നത്. അത് ഉണ്ണിക്കുട്ടന് ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ? അവൻ ഉണ്ണിയുടെ സ്വന്തം ചേട്ടനൊന്നും അല്ലല്ലോ, അമ്മ ഒരു വേറെയാ. അതിന് ഇത്ര നോവേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും കണ്ണേട്ടന്റെ മുന്നിൽ വെച്ച് അങ്ങനെയൊന്നും പറയാത്ത നല്ലത്. അല്ലടാ, അവൻ തലയെടുപ്പോടെ വീൽ ചെയറിനകത്തിരിക്കുന്ന കണ്ടാലേ എന്തായാലും അങ്ങനെയൊക്കെ പറയാനേ തോന്നും. ആ അതെ അതെ, ചിത്രതിരുനാൾ മഹാരാജാവ് ഉടവാളുമായിട്ട് സിംഹാസനത്തിൽ ഇരിക്കുന്ന പോലെയല്ലേ വീൽ ചെയറിൽ അവന്റെ ഒരു ഇരിപ്പ്. ആ സമയത്തെ അവനെ കുറിച്ചൊരു ബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് കൊച്ചാക്കുന്നത്. നിങ്ങളൊന്ന് ഇറങ്ങട്ടെ. ആ പോകുന്ന വഴിക്ക് ദുഃഖപുത്രയെ കാണാൻ വേണ്ടി പോകുന്നില്ലേ മോളുടെ അമ്മേ? എന്തിനാ ഉള്ള സന്തോഷം കൂടെ കളയുന്നേ? ചിലപ്പം മറ്റവളും അവിടെ കെട്ടിയവരും കൂടെ അങ്ങോട്ട് പോയി കാണും. നിങ്ങൾ പോകണ്ട മക്കളെ. ഉണ്ണിക്കുട്ട സ്വന്തം അമ്മയാ, എങ്കിലും അവളുടെ സ്നേഹം മുഴുവനായിട്ട് പതിച്ചു കൊടുത്തിരിക്കുക മൂത്ത മോക്ക്. എനിക്കറിയാം. ആ എന്നാ പിന്നെ നിങ്ങൾ വിട്ടോ. ആ പോയിട്ടോ. ആ ഉണ്ണിമോനെ, സൂക്ഷിച്ചൊക്കെ വണ്ടി ഓടിക്കണം കേട്ടോ. അതെന്താ അമ്മേ അങ്ങനെ പറഞ്ഞേ? ഭാര്യ കൂടുള്ളപ്പോ ഭർത്താവ് സൂക്ഷിച്ചില്ലേ വണ്ടി ഓടിക്കുള്ളൂ, പ്രത്യേകിച്ച് നമ്മുടെ ഉണ്ണിക്കുട്ടൻ. അപ്പോഴേ മോളെ, വീട്ടിലെത്തിയാൽ ഉടനെ തന്നെ ഈ കഴുത്തെ കിടക്കുന്നതൊക്കെ ഊരി വെച്ചേക്കണം, അല്ലെങ്കിൽ ലോക്കറി കൊണ്ടുവച്ചേക്കണം. പറയാൻ പറ്റത്തില്ല, അസുരവിത്ത് ചിലപ്പോ അടിച്ചു മാറ്റിക്കളയും മറ്റവളെ. അമ്മ പറഞ്ഞത് കേട്ടല്ലോ. എന്നാ പിന്നെ വിട്ടോ. വാ വിട്ടോ. പ്രതാപ, എന്റെ മനസ്സ് നിറഞ്ഞു. എന്റെയും. സാറേ, എനിക്ക് ഒരു ജോഡി ഡ്രസ്സാണല്ലോ അവള് പ്രസന്റ് ആയിട്ട് തന്നത്. അതിൽ ഒരെണ്ണം ഇട്ടിട്ട് ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. നന്നായിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഇപ്പോ രണ്ടാമത്തേത് ഇട്ടേക്ക്. ഇനി ഇത് നേരിട്ട് അവളൊന്ന് കാണട്ടെ. കൊണ്ടുപോയി കാണിക്കടാ.
എന്നിട്ട് ഇടിച്ച് കയറടാ അവളുടെ ചങ്കിനകത്തോട്ട്. എന്നിട്ട് മറ്റവൻ അവളുടെ ചങ്കീന്നെടുത്ത് കളയട്ടടാ. അതിനി അധിക ദൂരമില്ല സാർ. എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് അവള് പറഞ്ഞല്ലോ. എന്തോന്ന് അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞില്ല. അതെനിക്ക് അറിയാവൂലടാ മോനെ. അവൾ അത്ര പെട്ടെന്നൊന്നും അങ്ങനെ പറയില്ല. ഞാൻ അവള് തന്ന ഡ്രസ് ഇട്ട് എന്റെ ഫോട്ടോ അയച്ചു കൊടുത്തപ്പോ നന്നായിട്ടുണ്ടെന്ന് മാത്രമല്ല, ഇഷ്ടപ്പെട്ടു ഒരുപാട് തിരിച്ച് മെസ്സേജ് വന്നത്. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.